വാർത്താ സമ്മേളനത്തിൽ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം യൂസ് ആൻഡ് ത്രോ. യൂസ് ആൻഡ് ത്രോ എന്ന് കേട്ടാൽ നിരക്ഷരർക്കും സാക്ഷരർക്കും ആംഗലേയം അറിയാത്തവർക്കും അർത്ഥം മനസ്സിലാകും. ഉപയോഗിച്ച് വലിച്ചെറിയുക. ആധുനിക കമ്പോളം നമുക്ക് പറഞ്ഞു തന്ന ഏറ്റവും അർത്ഥവത്തായ വാക്കാണ് യൂസ് ആൻഡ് ത്രോ. സാധനങ്ങൾ വാങ്ങുക, ഉപയോഗിച്ച് കഴിഞ്ഞാൽ വലിച്ചെറിയുക. നമ്മുടെ സംസ്കാരം അതായിരുന്നില്ല. നമുക്ക് ഉപകാരം ചെയ്ത ഒരു വസ്തു അത് ഉപയോഗശൂന്യമായാലും അതൊരോർമ്മയായി സൂക്ഷിക്കുന്ന സംസ്കാരമായിരുന്നു നമ്മുടെ സംസ്കാരം. എന്നാൽ നമ്മുടെ സംസ്കാരത്തിലേക്ക് പാശ്ചാത്യ കമ്പോള സംസ്കാരം കടന്നു വന്നപ്പോൾ നമ്മൾ ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും ഉപയോഗശൂന്യമായതിനെയൊക്കെ വലിച്ചെറിയുന്ന യൂസ് ആൻഡ് ത്രോ എന്ന സംസ്കാരത്തിലേക്ക് വളരെ പെട്ടെന്ന് മാറി. അത് വസ്തുക്കളുടെ കാര്യത്തിൽ മാത്രമല്ല, മനുഷ്യബന്ധങ്ങളിലും യൂസ് ആൻഡ് ത്രോ ആണ്. ഭാര്യയെ ഉപയോഗമില്ലാതായാൽ വലിച്ചെറിയുക, ഭർത്താവിനെ ഉപയോഗമില്ലാതായാൽ വലിച്ചെറിയുക, മാതാപിതാക്കളെ ഉപയോഗമില്ലാതായാൽ വലിച്ചെറിയുക. നമുക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യുന്നവനെ കൊണ്ട് ഇനി ഉപകാരമൊന്നും കിട്ടില്ല എന്ന് മനസ്സിലായാൽ അവനെ വലിച്ചെറിയുക. അങ്ങനെ യൂസ് ആൻഡ് ത്രോ നമ്മുടെ നിത്യജീവിതത്തിൻ്റെ, സ്വഭാവത്തിൻ്റെ, സംസ്കാരത്തിൻ്റെ അവിഭാജ്യ ഘടകമായിരിക്കുന്നു. ഈ ഉപയോഗിച്ച് വലിച്ചെറിയൽ വസ്തുക്കളുടെയോ സ്ഥാപനങ്ങളുടെയോ സാമഗ്രികളുടെയോ ബന്ധങ്ങളുടെയോ മാത്രം കാര്യത്തിലല്ല സംഭവിക്കുന്നത്. നമ്മുടെ രാഷ്ട്രീയ രംഗത്തും അങ്ങനെ യൂസ് ആൻഡ് ത്രോ സംഭവിക്കുന്നുണ്ട്, ഉപയോഗിച്ച് വലിച്ചെറിയുന്നുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസും CPM-ഉം BJP-യും അങ്ങനെ ആളുകളെ ആകർഷിച്ച് സ്വീകരിക്കുകയും ഉപയോഗം കഴിഞ്ഞാൽ വലിച്ചെറിയുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ കേരളത്തിൽ ഈ യൂസ് ആൻഡ് ത്രോ പോളിസി ഏറ്റവും കൂടുതൽ നടപ്പിലാക്കിയ പാർട്ടി BJP ആണ് എന്നെനിക്ക് തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വലിയ മഹാന്മാരൊന്നും BJP-യിലേക്ക് ആകർഷിക്കപ്പെട്ടില്ല. സ്വാഭാവികമായും CPM-ൽ നിന്ന് പുറത്തുപോയ G. സുധാകരൻ, കുഞ്ഞികൃഷ്ണൻ, ഗോവിന്ദൻ തുടങ്ങിയവരൊക്കെ BJP-യുടെ സ്ഥാനാർത്ഥികൾ ആകേണ്ടതായിരുന്നു. പക്ഷേ അവർക്കൊക്കെ കേരളത്തിൻ്റെ രാഷ്ട്രീയം, BJP-യുടെ രാഷ്ട്രീയം, BJP-യുടെ സ്വഭാവം കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ടായിരിക്കാം അവർ കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് പോയത്. കാരണം BJP-യിലേക്ക് പോയാൽ ഉപയോഗം കഴിഞ്ഞാൽ വലിച്ചെറിയപ്പെടുമെന്നതിന് ധാരാളം ഉദാഹരണങ്ങളുണ്ട്. അത് BJP-യുടെ പുറത്തുനിന്ന് വരുന്നവരെ മാത്രമല്ല, BJP-യുടെ അകത്തുള്ളവരെയും ഉപയോഗം കഴിഞ്ഞാൽ വലിച്ചെറിയും. PP മുകുന്ദൻ കേരളത്തിൻ്റെ സംഘരാഷ്ട്രീയത്തിൽ മറക്കാനാകാത്ത മുഖമാണ്, നേതൃപാടവമുള്ള മുഖമാണ്. പക്ഷെ PP മുകുന്ദനെ പിന്നീട് BJP ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത്. K. രാമൻപിള്ള, അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. ഉപയോഗം കഴിഞ്ഞ് വലിച്ചെറിഞ്ഞപ്പോൾ അദ്ദേഹം മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ടാക്കി. എനിക്ക് അദ്ദേഹത്തെ നേരിട്ടറിയാം. അദ്ദേഹം മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാക്കിയപ്പോഴും വലിയ മാനസിക വ്യഥ അനുഭവിച്ചിരുന്നു. പിന്നീട് അദ്ദേഹം BJP-യിലേക്ക് തിരിച്ചു വന്നു. അദ്ദേഹവും ആ പാർട്ടി ഉപയോഗിച്ച് വലിച്ചെറിഞ്ഞതാണ്. ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും, എന്തിന് പ്രാദേശികമായി പോലും BJP ചിലരെ സ്വീകരിക്കുകയും ഉപയോഗം കഴിഞ്ഞാൽ വലിച്ചെറിയുകയും ചെയ്യും. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി BJP എന്ന് കേരളത്തിലെ ജനങ്ങൾ നന്നായി കേൾക്കാൻ തുടങ്ങിയ കാലം മുതൽ ഒരുപാട് പേർ BJP-യിലേക്ക് ആകർഷിക്കപ്പെട്ടു കേരളത്തിൽ നിന്ന്. ഒരു പക്ഷേ BJP ദക്ഷിണേന്ത്യയിലെ നേതാക്കളോട്, പ്രത്യേകിച്ച് കേരളത്തിലെ നേതാക്കളോടാണ് ഈ ചിറ്റമ്മ നയം പ്രയോഗിക്കുന്നത് എന്ന് നമുക്ക് സംശയം തോന്നാം. ഏറ്റവും ഒടുവിൽ ജോർജ് കുര്യൻ വലിയ വിവാദങ്ങളൊന്നുമില്ലാതെ, വലിയ മോഹങ്ങളൊന്നുമില്ലാതെ, വളരെ ചെറുപ്പം മുതൽ ABVP എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ച് BJP-യുടെ പ്രവർത്തകനായ നേതാവാണ് ജോർജ് കുര്യൻ.
BJP അദ്ദേഹത്തെ കൊണ്ടു നടന്നു. കാരണം അദ്ദേഹത്തിന് ഒരു ക്രിസ്ത്യൻ പേരുണ്ട്, അത് നമുക്ക് ഉപയോഗപ്പെടുത്താം എന്ന് BJP ആഗ്രഹിച്ചു. അങ്ങനെ ഇക്കഴിഞ്ഞ മോദി മന്ത്രിസഭ അധികാരത്തിലേറിയപ്പോൾ ജോർജ് കുര്യൻ പോലും ഞെട്ടിപ്പോയി അദ്ദേഹത്തെ കേന്ദ്ര സഹമന്ത്രിയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ. അദ്ദേഹത്തെ കേന്ദ്ര സഹമന്ത്രിയായപ്പോൾ ജോർജ് കുര്യന് സഹമന്ത്രി സ്ഥാനമാണെങ്കിൽ താൻ ഇത്രയും വലിയ ആളായിട്ട് തനിക്കും സഹമന്ത്രി സ്ഥാനം മാത്രം മതിയോ, തനിക്കൊരു കേന്ദ്ര ക്യാബിനറ്റ് പദവിയെങ്കിലും വേണ്ടേ എന്ന് വിലപിച്ച ഒരാളും കേരളത്തിലുണ്ട്. ജോർജ് കുര്യൻ ഒന്നും മിണ്ടാതെ മന്ത്രിയായി. ഇപ്പോഴിതാ ജോർജ് കുര്യൻ ഒന്നും മിണ്ടാതെ രാജിവെച്ചു. മോദി മന്ത്രിസഭയിൽ ആദ്യമായി രാജിവെക്കുന്ന മന്ത്രിയാണ് ജോർജ് കുര്യൻ. അധികം ആരും അറിഞ്ഞില്ല. എന്താ ജോർജ് കുര്യൻ്റെ അയോഗ്യത? അദ്ദേഹം കേരളീയനായതുകൊണ്ടാണോ രാജിവെക്കേണ്ടി വന്നത്? എന്താ അദ്ദേഹം ചെയ്ത തെറ്റ്? എന്താ അദ്ദേഹത്തെ ഇങ്ങനെ കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞത്? ഈ ചോദ്യം മലയാളി ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ രാജ്യസഭാ അംഗത്വത്തിൻ്റെ കാലാവധി കഴിഞ്ഞു എന്നാണ് പറയുന്നത്. എന്താ BJP വിചാരിച്ചാൽ അദ്ദേഹത്തിൻ്റെ രാജ്യസഭാ കാലാവധി നീട്ടിക്കൊടുക്കാൻ പറ്റില്ലേ? എന്തേ അദ്ദേഹത്തെ മാത്രം പുറത്താക്കി? അപ്പോഴാണ് നമ്മൾ മറ്റൊരു വസ്തുത പരിശോധിക്കേണ്ടത്. മോദി മന്ത്രിസഭയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച, നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വന്നപ്പോൾ മത്സരിച്ച ഒരേ ഒരു സ്ഥാനാർത്ഥിയാണ്, അതായത് ഒരേ ഒരു കേന്ദ്രമന്ത്രിയാണ് ജോർജ് കുര്യൻ. അദ്ദേഹം മത്സരിച്ചു, തോറ്റു. അഥവാ മോദി മന്ത്രിസഭയിലെ ഒരു മന്ത്രി മത്സരിച്ചു തോറ്റു. അതുകൊണ്ട് അദ്ദേഹത്തിന് സ്ഥാനം നഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ അദ്ദേഹം ജയിക്കും എന്ന് കേന്ദ്ര നേതൃത്വമോ സംസ്ഥാന നേതൃത്വമോ ജോർജ് കുര്യനോ കരുതിയിട്ടുണ്ടോ? ഒരിക്കലുമില്ല. അതൊരു പരീക്ഷണം മാത്രമായിരുന്നു. ആ പരീക്ഷണത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ നേതൃത്വം BJPക്ക് വേണ്ട രീതിയിൽ സഹായം ചെയ്തില്ല എന്ന കുറ്റം ആരോപിച്ചാണ് ജോർജ് കുര്യൻ മന്ത്രിസഭയിൽ നിന്ന് പുറത്തായത് എന്നാണ് സംസാരം. അപ്പോൾ ഏറ്റവും ഒടുവിലത്തെ യൂസ് ആൻഡ് ത്രോ പോളിസിയുടെ ഇരയാണ് ജോർജ് കുര്യൻ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ PP മുകുന്ദനിൽ നിന്ന് തുടങ്ങി BJPയിലെ തന്നെ രാമൻ പിള്ളയിലൂടെ, CK പത്മനാഭനിലൂടെ, കുമ്മനം രാജശേഖരനിലൂടെ, BJPയുടെ ആളുകളിൽ നിന്നുകൂടെ സഞ്ചരിച്ച് കണ്ണന്താനം, അൽഫോൻസ് കണ്ണന്താനം, ടോം വടക്കൻ, AP അബ്ദുള്ളക്കുട്ടി, അങ്ങനെ നിരവധി പേരുകൾ കേരളത്തിൽ നിന്നും BJP ഉപയോഗിച്ച് യൂസ് ആൻഡ് ത്രോ പോളിസിയുടെ ഭാഗമായി വലിച്ചെറിഞ്ഞവരുണ്ട്. അൽഫോൻസ് കണ്ണന്താനം അദ്ദേഹം ഇടതുപക്ഷത്തിൻ്റെ നിയമസഭാംഗമായിരിക്കുമ്പോഴാണ് രാജിവെച്ച് BJPയിൽ അംഗമാകുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം രാജ്യം മുഴുവൻ അറിയപ്പെടുന്ന IAS ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം. ഞാനൊക്കെ ഡൽഹിയിലുള്ള സമയത്ത് അദ്ദേഹം ഡൽഹി കമ്മീഷണറായിരുന്നു. ഇന്ന് പരക്കെ നമ്മൾ കേൾക്കുന്ന ബുൾഡോസർ രാജ് ആദ്യമായി നടപ്പിലാക്കിയ ഉദ്യോഗസ്ഥൻ കണ്ണന്താനമായിരുന്നു. അദ്ദേഹം ഡൽഹിയിൽ നിരവധി അനധികൃത കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കി. അദ്ദേഹം ഡൽഹി കേന്ദ്രീകരിച്ച് ഒരു ചെറിയ ജനകീയ പ്രസ്ഥാനമൊക്കെ അക്കാലത്തുണ്ടാക്കിയിരുന്നു. പിന്നീട് അദ്ദേഹം കേരളത്തിൽ ഇടതുപക്ഷ സഹയാത്രികനായി അദ്ദേഹം നിയമസഭാംഗമായി. തീർച്ചയായും ഒരു മന്ത്രിസ്ഥാനം അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. പക്ഷേ പിണറായി വിജയൻ അത് സമ്മതിച്ചില്ല. അങ്ങനെ അദ്ദേഹം ആ നിയമസഭയുടെ കാലാവധി കഴിയുന്നതിന് മുൻപ് രാജിവെച്ച് BJPയിൽ ചേർന്നു. അദ്ദേഹത്തിന് എവിടെയും മത്സരിച്ച് ജയിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ BJP അദ്ദേഹത്തെ രാജ്യസഭാംഗമാക്കി, പിന്നീട് സഹമന്ത്രിയാക്കി. ഇപ്പോൾ അൽഫോൻസ് കണ്ണന്താനം എന്ന പേര് യൂസ് ആൻഡ് ത്രോ നിരയിൽ അവഗണിക്കപ്പെട്ടു. AP അബ്ദുള്ളക്കുട്ടി, എൻ്റെ AP അബ്ദുള്ളക്കുട്ടി ഒരു സഹമന്ത്രിയെങ്കിലും ആക്കിയാൽ എന്താ കുഴപ്പം? ഈ മന്ത്രിസഭയിൽ മുസ്ലിം സമുദായത്തിൽ നിന്ന് ഒറ്റ മന്ത്രിയുമില്ല. BJPക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പഴി കേട്ട, BJPയിൽ ചേർന്നതിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ തെറി കേട്ട ആളാണ് AP അബ്ദുള്ളക്കുട്ടി. കഴിഞ്ഞ മോദി മന്ത്രിസഭയിൽ അദ്ദേഹത്തെ മന്ത്രിയാക്കും എന്നു തന്നെയാണ് എല്ലാവരും കരുതിയത്. എന്താ അദ്ദേഹത്തിനുള്ള അയോഗ്യത? ടോം വടക്കൻ AICCയുടെ ദേശീയ വക്താവായിരുന്നു അദ്ദേഹം. ഞാൻ തൃശ്ശൂരിൽ നിരാഹാരം അനുഷ്ഠിക്കുമ്പോൾ
എൻ്റെ നിരാഹാര പന്തലിലൊക്കെ അദ്ദേഹം 2-3 തവണ സന്ദർശനം നടത്തി. അപ്പം അന്ന് തൃശ്ശൂരിലെ മാധ്യമങ്ങൾ എഴുതിയത് ആ സമരവേദികൾ സന്ദർശനം നടത്തുന്നത് തൃശ്ശൂരിൽ മത്സരിക്കാൻ ഒരു സീറ്റ് കിട്ടും എന്നാഗ്രഹിച്ചിട്ടാണ്, അതിനുവേണ്ടിയാണ് തൃശ്ശൂരിൽ ഇങ്ങനെ അടിക്കടി വരുന്നത് എന്ന് മാധ്യമങ്ങൾ എഴുതിയിരുന്നു. ഒടുവിൽ സുകുമാർ അഴീക്കോട് മാഷ് വടക്കനോട് കൃത്യമായിട്ട് മലയാളം പഠിക്കാൻ പറഞ്ഞു. എന്തായാലും അദ്ദേഹം ദേശീയ വക്താവായിരുന്നു. രാജീവുമായും സോണിയയുമായും ഒക്കെ നല്ല ബന്ധമുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം ആ ദേശീയ വക്താവ് സ്ഥാനം ഉപേക്ഷിച്ച് കോൺഗ്രസിലെ അംഗത്വം ഉപേക്ഷിച്ച് BJPയിൽ വന്നു. കണ്ണന്താനത്തിന് എന്തെങ്കിലുമൊക്കെ കിട്ടി. ടോം വടക്കന് ഇതുവരെ ഒന്നും കിട്ടിയില്ല, അതും യൂസ് ആൻഡ് ത്രോ. ദേശീയ തലത്തിൽ ഇങ്ങനെ ദേശീയ നേതൃത്വം നേരിട്ട് കൊണ്ടുവന്നവരുണ്ട്. ഇപ്പോൾ നമ്മുടെ AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണി പേരിന് ദേശീയ സെക്രട്ടറി ഒക്കെയാണ്. വീണ്ടും BJPയുടെ അടുത്ത ഭാരവാഹികളെ മാറ്റി നിശ്ചയിക്കുമ്പോൾ അനിൽ ആന്റണിക്ക് ആ സ്ഥാനവും നഷ്ടപ്പെടാനാണ് സാധ്യത. അതും യൂസ് ആൻഡ് ത്രോയുടെ നിരയിലേക്കാണ്. കേരളത്തിൽ 3 പോലീസ് മേധാവികൾ, കേരളത്തിൻ്റെ 3 പോലീസ് മേധാവികൾ, ജേക്കബ് തോമസ് വൻ സ്രാവുകളോടൊപ്പം നീന്താൻ ആഗ്രഹിച്ച് BJPയിലേക്ക് പോയതാ. ഇപ്പം മത്തികളോടൊപ്പം നീന്താൻ കഴിയാത്ത അവസ്ഥയിലാണ്. സെൻകുമാർ, TP സെൻകുമാർ ഒരുപാട് പ്രതീക്ഷയോടെ BJPയിലെത്തിയതാ. ഇപ്പം BJP നേതൃത്വത്തിൻ്റെ ഏറ്റവും വലിയ വിമർശകൻ അദ്ദേഹം. R ശ്രീലേഖ നഗരസഭാ ഭരണത്തിൻ്റെ അധ്യക്ഷയാകാൻ ആഗ്രഹിച്ചതാണ്. ചിലരൊക്കെ അത് വാക്കു നൽകുകയും ചെയ്തു. അവർ മത്സരിക്കുകയും ജയിക്കുകയും ചെയ്തു. പക്ഷേ അവർക്ക് R ശ്രീലേഖയ്ക്ക് ആ സ്ഥാനം കിട്ടിയില്ല. സംസ്ഥാനത്തിൻ്റെ പോലീസ് മേധാവിയായിരുന്ന, കേരളത്തിലെ ആദ്യത്തെ വനിതാ IPS ഓഫീസറായിരുന്ന ശ്രീലേഖ അങ്ങനെ തിരുവനന്തപുരം ശാസ്തമംഗലത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് ഒരു കൗൺസിലറായി അങ്ങനെ ജീവിക്കുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CPIയുടെ നിയമസഭാംഗമായിരുന്ന CC മുകുന്ദൻ സ്ഥാനം രാജിവെച്ച് BJPയിൽ ചേർന്ന് മത്സരിച്ചു. യൂസ് ആൻഡ് ത്രോ. രശ്മി കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് മത്സരിച്ചു. യൂസ് ആൻഡ് ത്രോ. അതിനു മുൻപ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂർ നിയോജക മണ്ഡലത്തിൽ വിക്ടോറിയ കോളേജിന്റെ പ്രിൻസിപ്പളായിരുന്ന TN സരസു മത്സരിച്ചു, തോറ്റു. യൂസ് ആൻഡ് ത്രോ. AK ആന്റണിയുടെ മകന് BJPയിൽ ചേരാമെങ്കിൽ K കരുണാകരന്റെ മകൾക്കും ചേരാമല്ലോ. ചേർന്നു. പത്മജ വേണുഗോപാൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. കോൺഗ്രസ്സുകാരും വോട്ട് ചെയ്തില്ല, BJPക്കാരും വോട്ട് ചെയ്തില്ല. അപ്പം അത് തീരുമാനമായി. സുരേഷ് ഗോപിയുടെ പ്രഭാവം കൊണ്ട്, അദ്ദേഹത്തിൻ്റെ ജനസമ്മതി കൊണ്ട് താൻ ജയിക്കും എന്നാണ് പത്മജ വിചാരിച്ചത്. പത്മജയ്ക്ക് പക്ഷേ തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. പത്മജയും യൂസ് ആൻഡ് ത്രോ. ഇനിയിപ്പോൾ നമ്മുടെ PC ജോർജും മകനുമൊക്കെയുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. 35,000 വോട്ടിന് ജയിക്കുമെന്നാണ് ജോർജ് സാറ് പറഞ്ഞത്. അത് ഏതാണ്ട് തീരുമാനമായി. യൂസ് ആൻഡ് ത്രോ. ഷോൺ ചെറുപ്പക്കാരനായതുകൊണ്ട് സംസ്ഥാന ഉപാധ്യക്ഷൻ എന്ന 18 പേരിലെ ഒരു ഉപാധ്യക്ഷനാണ്. അത് കുറച്ചു കാലം കൂടി ഉണ്ടാകുമായിരിക്കും. ഇല്ലെങ്കിൽ ഷോൺ ജോർജും യൂസ് ആൻഡ് ത്രോ. KS രാധാകൃഷ്ണൻ കോൺഗ്രസിന്റെ സാംസ്കാരിക മുഖമായിരുന്നു. PSCയുടെ ചെയർമാനായിരുന്നു. കാലടി സംസ്കൃത സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആയിരുന്നു. അദ്ദേഹത്തിന് എന്തിൻ്റെ കേടിനാണ് BJPയിൽ പോയി ചേർന്നത്? ഇപ്പം അദ്ദേഹം BJPയിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിന് കാര്യങ്ങളൊക്കെ ഒരുവിധം ബോധ്യമായി. അദ്ദേഹവും ഈ 18 സംസ്ഥാന ഉപാധ്യക്ഷരിൽ ഒരാളാണ്. ഫലത്തിൽ യൂസ് ആൻഡ് ത്രോ. സലാം സാറ് കോഴിക്കോട് സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആയിരുന്ന പണ്ഡിതനായ PM സലാം സാറിനെ എന്തേ ഈ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിക്കൂടെ? എന്താ മലയാളിയായി കേരളീയനായി എന്നതാണോ ഇവരുടെയൊക്കെ അയോഗ്യത? ഉത്തരേന്ത്യൻ നേതൃത്വം അടക്കി ഭരിക്കുന്ന കേരളത്തിൻ്റെ BJP നേതൃത്വത്തിൽ നിന്ന് ദേശീയ തലത്തിലേക്ക് എന്തുകൊണ്ടൊരു നേതാവ് ഉയർന്നു വരുന്നില്ല? വി മുരളീധരൻ കഴിഞ്ഞ മന്ത്രിസഭയിൽ, മോദിയുടെ മന്ത്രിസഭയിൽ വളരെ കഴിവ് തെളിയിച്ച് രാജ്യം മുഴുവൻ പ്രശസ്തി നേടിയ വ്യക്തിയാണ് വി മുരളീധരൻ. അദ്ദേഹമാണ് പല നിർണായക ഘട്ടങ്ങളിലും ഭാരതീയരെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരാൻ മുൻകൈയെടുത്തത് അദ്ദേഹമാണ്. അന്നത്തെ ക്യാബിനറ്റ് റാങ്കുള്ള മന്ത്രിമാരെ ഏൽപ്പിച്ച പ്രവൃത്തി നടക്കാതായപ്പോൾ നരേന്ദ്രമോദി ആ സംഗതി കൈകാര്യം ചെയ്യാൻ, ആ വിഷയം പരിഹരിക്കാൻ മുരളീധരനെയാണ് നിയോഗിച്ചത്. മുരളീധരൻ അത് വളരെ ഭംഗിയായി നിർവഹിച്ച് കയ്യടി നേടി.
ആ മുരളീധരൻ എന്തുകൊണ്ട് ദേശീയ നേതൃത്വത്തിൽ ക്യാബിനറ്റ് റാങ്കോടെ ഈ മന്ത്രിസഭയിൽ അംഗമായില്ല? കുമ്മനം രാജശേഖരൻ അദ്ദേഹത്തെ വിളിച്ചു വരുത്തി അംഗത്വം കൊടുത്ത് സംസ്ഥാനത്തിന്റെ അധ്യക്ഷനാക്കി. പിന്നീട് അതിൽ നിന്നും ഒന്നും പറയാതെ മാറ്റി ഗവർണറാക്കി. ഗവർണറെ അതിൽ നിന്നും മാറ്റി മത്സരിക്കാൻ എത്തിച്ചു. ഇപ്പോൾ എവിടെ ഉണ്ട് അദ്ദേഹം? RSSകാരനായതുകൊണ്ട് BJPയുടെ തമ്പാനൂരിലെ സംസ്ഥാന കാര്യാലയത്തിൽ, വെറും കാര്യാലയം എന്ന് പറഞ്ഞാൽ പോരാ, പഞ്ചനക്ഷത്ര കാര്യാലയത്തിൽ മുഴുവൻ ശീതീകരിച്ച ഏതോ മുറിയിൽ അദ്ദേഹം ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. എന്താ ഇവർക്കൊക്കെയുള്ള അയോഗ്യത? മലയാളിയായി, കേരളീയനായി, ദക്ഷിണേന്ത്യക്കാരനായി എന്നതാണോ ഇവർക്കുള്ള അയോഗ്യത? ഏത് പദവിയിലേക്ക്, രാഷ്ട്രപതിയുടെ പദവിയിലേക്കോ ഉപരാഷ്ട്രപതിയുടെ പദവിയിലേക്കോ ഒക്കെ പരിഗണിക്കാമായിരുന്ന വ്യക്തിയാണ് കുമ്മനം രാജശേഖരൻ. മലയാളികളെ അവഗണിക്കുന്ന ഉത്തരേന്ത്യൻ മനസ്സ്, BJPയുടെ ആ ഒരു മേധാവിത്വ മനസ്സ്, ഉത്തരേന്ത്യക്കാർക്ക് പൊതുവെയുള്ള മനസ്സ് BJP നേതൃത്വത്തിനുമുണ്ട് എന്ന് നമുക്ക് ന്യായമായും സംശയിക്കാം. അതുകൊണ്ട് തന്നെ BJPയിലേക്ക് ഇനി വലിയ ഒഴുക്കൊന്നും പ്രതീക്ഷിക്കില്ല. ഞാൻ കേരളം മുഴുവൻ സഞ്ചരിക്കുന്ന ആളാണ്. നിരവധി BJP പ്രവർത്തകരുമായി അടുത്ത ബന്ധമുണ്ട്. ആ BJP പ്രവർത്തകരിൽ മഹാഭൂരിപക്ഷവും ആ പാർട്ടി വിടാൻ ആഗ്രഹിക്കുന്നു. കുറെ കഴിയുമ്പോൾ ഇടതുപക്ഷത്തിന് പറ്റിയ അതേ അബദ്ധം BJPക്കും സംഭവിക്കും. BJP സമ്പന്നരുടെയും പാർശ്വവർത്തികളുടെയും കോർപ്പറേറ്റ് സ്വഭാവമുള്ള ഒരു പാർട്ടിയായി മാറും. CPMനും അവസാന നാളുകളിൽ സംഭവിച്ചതാ. പക്ഷേ CPMന് അങ്ങനെ സംഭവിച്ചാലും അടിസ്ഥാന തലത്തിൽ ഇപ്പോഴും അവർക്ക് വേരുകളുണ്ട്. BJPക്ക് അങ്ങനെ സംഭവിച്ചാൽ അടിസ്ഥാന തലത്തിൽ തന്നെ അധികം വൈകാതെ വേരുകൾ നഷ്ടപ്പെടും. അതുകൊണ്ട് യൂസ് ആൻഡ് ത്രോ പോളിസിയിൽ നിന്ന് BJP പിന്മാറുന്നില്ലെങ്കിൽ അവരുടെ സ്വപ്നങ്ങളൊക്കെ വെറും പകൽ സ്വപ്നങ്ങളായി അവശേഷിക്കും.